കടുക്ക, താന്നിക്ക, നെല്ലിക്ക എന്നീ 3 ഫലങ്ങളെയാണ് അഥവാ കായകളെയാണ് ത്രിഫലയെന്ന് പറയുന്നത്. ഈ 3 കായകൾക്കും വ്യത്യസ്തമായ രുചിയും രസവുമാണുള്ളത്. നെല്ലിക്ക നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒന്നാണല്ലോ. ബാക്കിയുള്ള കടുക്കയും താന്നിക്കയും ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പലരും. നമുക്കവയെ രണ്ടിനെയും ഒന്ന് കാണുകയും ചെയ്യാം, അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊന്ന് അറിയുകയും ചെയ്യാം. ഇതാണ് കടുക്ക. സംസ്കൃതത്തിൽ ഇതിനെ അഭയ എന്ന് പറയും. അഭയ എന്ന് പറഞ്ഞാൽ പേടിക്കരുത് എന്നർത്ഥം. സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് കടുക്ക കഴിച്ചാൽ വയറിളകി പോകും, കഷ്ടമുണ്ടാകുമെന്ന്. ഇത് അങ്ങനെയല്ല. ഇത് ദേഹത്തിലുള്ള ദുഷ്ടനെ നല്ലവണ്ണം പരിപ്പിച്ച് എന്നിട്ട് പുറത്താക്കുന്നു. ഇത് വളരെ ഒരു ശുദ്ധിക്കുള്ള മരുന്നാണ്. ഇത് പുറമേ പുരട്ടിയാലും ശുദ്ധി ഉണ്ടാകും, അകത്ത് കഴിച്ചാലും ശുദ്ധി ഉണ്ടാകും. ഇത് ത്രിഫലയുടെ ഒരു പ്രധാന അംഗമാണ്. ഇത് തട്ടിപ്പൊടിച്ച് അതിൻ്റെ തൊണ്ടി എടുത്താണ് നമ്മളിതിന് ത്രിഫല പൊടിക്കാനോ ഇതിൻ്റെ കഷായം ചെയ്യാനോ ഇത് ഉപയോഗിക്കുന്നത്. ഇത് താന്നിക്ക. സംസ്കൃതത്തിൽ ഇത് വിഭീതകി എന്ന് പറയും. വിഭീതകി എന്ന് പറഞ്ഞാൽ പേടിക്കരുത്. അതുപോലെ ഇത് വളരെ ഒരു നല്ല കഫത്തിനെ കംപ്ലീറ്റ് കുറച്ച് നല്ലോണം ദേഹത്തിന് ശുദ്ധിയെ ഉണ്ടാക്കുകയും ചുമയ്ക്ക് ഒരു പ്രധാനമായ ഒരു മരുന്നാണ്. ഇത് വായിൽ അടക്കിക്കൊണ്ടിരുന്നാൽ തന്നെയും ചുമ കംപ്ലീറ്റായിട്ട് മാറുന്നതാണ്. ഇതും നമ്മൾ തൊണ്ടി എടുത്താണ് ചെയ്യുന്നത്. ഇതാണ് താന്നിക്കയുടെ തൊണ്ടി. ഇത് നെല്ലിക്ക. സംസ്കൃതത്തിൽ ധാത്രി എന്ന് പറയും. ധാത്രി എന്നാൽ അമ്മ എന്നാണ് അർത്ഥം. അമ്മയെപ്പോലെ നല്ലവണ്ണം ഗുണം ചെയ്യുന്ന ഒരു കായാണ് ഈ നെല്ലിക്ക. ഇത് ഏവർക്കും പരിചയമുള്ളതാണ്. ഇത് അച്ചാറായിട്ടൊക്കെ ഉപയോഗിക്കും. മരുന്നിൻ്റെ ഒരു പ്രധാന അംശം ആയുർവേദത്തിൽ. ഇത് ചവനപ്രാശത്തിൻ്റെ ഒരു പ്രധാന അംഗമാണ്. ഇതില്ലാതെ ചവനപ്രാശമില്ല. ഇതൊരു രസായന ഗുണമുള്ളതാണ്. ഇത് മാത്രം തന്നെ രസായനമായിട്ട് ഉപയോഗിക്കാം. ഇത് മറ്റ് മരുന്നുകളോട് ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണവ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള വൈറ്റമിൻ സി വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ചൂടാക്കിയാലും ഇതിൻ്റെ വൈറ്റമിൻ സി നഷ്ടപ്പെടുത്തില്ല, കൂടുതലേ ആകത്തേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു വിശേഷം. ഇത് അച്ചാറല്ലാതെ നമുക്ക് വെറുതെ തേനിൽ മുക്കിയെടുത്ത് ഒരു മാസം വെച്ചിരുന്നാൽ അത് പിന്നീട് ഒരു ആഹാര പദാർത്ഥമായും ഔഷധമായും ഉപയോഗിക്കാം. ഈ 3 മരുന്നുകളും ചേർന്നതാണ് ത്രിഫല എന്ന് പറയുന്നത്. ഈ 3 മരുന്നും നമ്മൾ ഉണക്കിയാണ് പൊടിച്ചെടുക്കുന്നത്. ത്രിഫല പൊടി വളരെ പ്രചാരത്തിലുള്ള ഒരു ഔഷധമാണ്. ത്രിഫല ഇല്ലാത്ത ദേശമില്ല. ആഗോളം ഈ ത്രിഫലയുണ്ട്. ത്രിഫല കൊണ്ട് നമുക്ക് ശരീരത്തിൻ്റെ ദുഷ്ട മാറ്റുകയും ശരീരത്തിന് പോഷണം കൊടുക്കുകയും നല്ല ഒരു ആരോഗ്യപ്രദമായ ഒരു മരുന്നാണ് ത്രിഫല. ഈ ത്രിഫലയുടെ പല വിധത്തിലുള്ള ഉപയോഗവും ആയുർവേദത്തിലുണ്ട്. ത്രിഫല കഷായമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ത്രിഫലയെ പൊടിച്ച് ചൂർണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ത്രിഫല ലേഹ്യമായിട്ട് ഉപയോഗിക്കാം, ത്രിഫല തന്നെ നെയ്യായിട്ട് ഉപയോഗിക്കാം. പല വിധത്തിലും ഈ ത്രിഫലയുടെ പ്രയോഗമുണ്ട്. ബാഹ്യമായിട്ട് ഉപയോഗിക്കാം, ആന്തരികമായിട്ട് ഉപയോഗിക്കാം. കണ്ണിന് ഒരു നല്ലൊരു മരുന്നാണ്. ത്രിഫലയുടെ കഷായം കൊണ്ട് കണ്ണ് കഴുകുന്നതുകൊണ്ട് കണ്ണിൻ്റെ എല്ലാവിധമായ രോഗങ്ങളും മാറുന്നുണ്ട്. ത്രിഫല തന്നെ പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിച്ചാൽ ഉത്തമമായ ഒരു മരുന്നാണ്. അത് കണ്ണിന് വളരെ ശ്രേഷ്ഠം. ഈ കണ്ണിൻ്റെ രോഗത്തിനെ പറയുമ്പോൾ ത്രിഫലയാണ് ആദ്യമായിട്ട് പറയുന്നത്. ത്രിഫല ഇല്ലാതെ കണ്ണിൻ്റെ ചികിത്സയേ ഇല്ല. നേത്രയിൽ വളരെ സാധാരണമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ത്രിഫലയുടേത്. കടുക്ക, താന്നിക്ക, നെല്ലിക്ക, അതാണ് ത്രിഫല എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ നെല്ലിക്കയാണ് വളരെ പ്രധാനമായിട്ട് വരുന്നത്. ഈ കടുക്ക, താന്നിക്ക, നെല്ലിക്ക 3ഉം വളരെ ചക്ഷുഷ്യമായിട്ടുള്ള ഒരു ഔഷധമാണ്. കണ്ണിന് വളരെ അധികം പ്രയോജനം ചെയ്യുന്നൊരു ഔഷധമാണ്. അതിൽ തന്നെ നെല്ലിക്ക വിറ്റാമിൻ സി വളരെ കൂടുതലുള്ള ഒരു ഡ്രഗാണ്. കൂടുതലും ഇവിടെ നമ്മൾ നേത്ര ചികിത്സയിൽ കാഴ്ച കുറഞ്ഞുകൊണ്ട് വരുന്നൊരു കണ്ടീഷനിൽ, ദൃഷ്ടിഗത രോഗങ്ങൾ, കാഴ്ചയെ വളരെ സാരമായി ബാധിക്കുന്ന കണ്ടീഷനിൽ ഒരു റെജുവിനേഷൻ തെറാപ്പി, കാഴ്ചയെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇതിലേടെ ഉപയോഗം പറഞ്ഞിരിക്കുന്നത്. കൂടുതലും ത്രിഫല കൊണ്ട് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്, ത്രിഫല ഉപയോഗിച്ച് കഷായങ്ങൾ, ചൂർണങ്ങൾ, അതുപോലെ ലേഹ്യം, അങ്ങനെ ഒട്ടനവധി മെഡിസിനൽ പ്രിപ്പറേഷൻസ് ഉണ്ട്. എല്ലാത്തിലും ത്രിഫലയാണ് മെയിൻ കണ്ടൻറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നെല്ലിക്കയുടെ അളവ് കുറച്ച് കൂട്ടിയാണ് ഉപയോഗിക്കുന്നത്. ത്രിഫലയുടെ കൂട്ട് സാധാരണഗതിക്ക് ഇന്നിപ്പോൾ എല്ലാവരും ഒരുപോലെ എടുക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും ഒരു ഭാഗം ത്രിഫല, 1 ഭാഗം കടുക്ക, 2 ഭാഗം താന്നിക്ക, 4 ഭാഗം നെല്ലിക്ക, ഇങ്ങനെയാണ് സാധാരണ ത്രിഫലയുടെ കൂട്ട് നേത്ര ചികിത്സയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. ഇത് ഈ പറഞ്ഞ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ശിരോധാരയ്ക്കും അതുപോലെ തന്നെ ചില പ്രത്യേകതര ഔഷധങ്ങൾ കൂട്ടുകൾക്ക്, നെയ്യുകൾക്കൊക്കെ കാച്ചുമ്പോഴൊക്കെ ഇതേ രീതിയിൽ തന്നെ കുട്ടിയെടുക്കാറുണ്ട്.
ചില രോഗികളുടെ സ്വഭാവം അനുസരിച്ചോ രോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ചോ കൊണ്ട് ചില വ്യത്യാസങ്ങൾ വരാറുണ്ട് എങ്കിൽ പോലും നെല്ലിക്കയ്ക്ക് ഇതിനകത്തൊക്കെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എങ്കിലും ത്രിഫല മൊത്തത്തിൽ എടുത്തു കഴിയുമ്പോൾ കണ്ണിന് ഏറ്റവും പഥ്യമായ ഒരു ഔഷധമാണ് ത്രിഫല. ഔഷധം മാത്രമല്ല, ആഹാരമായിട്ട് പോലും ത്രിഫല ഉപയോഗിക്കാറുണ്ട്. തിമിര രോഗികളൊക്കെ ത്രിഫല സ്ഥിരം കഴിക്കുന്ന ഒരവസ്ഥ നമുക്ക് അതിപ്രാചീന കാലം മുതൽ തന്നെ കണ്ടുവരുന്നുണ്ട്. ഇന്നും ധാരാളം ആൾക്കാർ ഞാൻ ത്രിഫല കഴിക്കാറുണ്ടെന്ന് പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ത്രിഫലയുടെ പ്രാധാന്യവും ത്രിഫലയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാന ഔഷധമാണ് നെല്ലിക്കയുടെ പ്രാധാന്യവും വളരെയധികം ശാസ്ത്രചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. നേത്ര ചികിത്സയിൽ ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്രിയാകർമ്മമാണ് തർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ തർപ്പണത്തിന് ആദ്യം ഒരു ഡാർക്ക് റൂമിൽ വെച്ചാണ്, സാധാരണ സെമി ഡാർക്കായിട്ടുള്ള റൂമിൽ വെച്ചാണ് തർപ്പണം ചെയ്യുന്നത്. അധികം വെളിച്ചം ഇല്ലാത്ത റൂമിൽ വെച്ച് ഇതുപോലെ രോഗിയെ കട്ടിലിലോ ദിവാനിലോ മലർത്തി കിടത്തുന്നു. അതിനുശേഷം കണ്ണിന് ചുറ്റും കോട്ടൺ വെച്ച്, സ്റ്റെറിലൈസ് ചെയ്ത കോട്ടൺ വെച്ച് 2 കണ്ണിന് ചുറ്റും പതുക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നു. പൊടിയുടെ അംശങ്ങളോ അഴുക്കോ വേർപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി തുടച്ച് വൃത്തിയാക്കുന്നു. അതിനുശേഷം ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഉഴുന്നുമാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉഴുന്നുമാവ് കൊണ്ട് കണ്ണിന് ചുറ്റും തടയുണ്ടാക്കുന്നു. 2 കണ്ണും പുരികത്തിന് തൊട്ട് മുകളിലായിട്ടും താഴത്തെ കൺപോളയുടെ തൊട്ട് താഴെയായിട്ടും കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് 2 തടയുണ്ടാക്കുന്നു. നമ്മളിതിനകത്ത് ഔഷധം കെട്ടി നിർത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ തടയുണ്ടാക്കി വയ്ക്കുന്നത്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ തട ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി 2 വശങ്ങളിലും നന്നായിട്ട് ഒട്ടിച്ചിരിക്കണം. ഒരു പ്രൊട്ടക്ഷന് വേണ്ടി 2 വശത്തും കാർഡ്ബോർഡിൻ്റെ ഒരു ചെറിയ കഷ്ണങ്ങൾ വയ്ക്കുന്നു. അത് കഴിഞ്ഞ് യുക്തമായിട്ടുള്ള ഔഷധം, നമ്മൾ ഏത് ഔഷധമാണോ ഈ രോഗിക്ക് തർപ്പണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഔഷധം നമ്മളിവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന നെയ്യാണ്. കാരണം നേത്ര ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ട് നെയ്യുടെ ഒരു കോമ്പിനേഷനാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് പറയുന്നത്. ഇപ്പോൾ സാധാരണ നെയ്യല്ല, പലവിധ മരുന്നുകൾ ചേർത്ത് പ്രിപ്പയർ ചെയ്ത മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യാണ് ഉപയോഗിക്കുന്നത്. ആ ഔഷധത്തിൻ്റെ കോമ്പിനേഷനിൽ തന്നെ ത്രിഫല തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് വരുന്നത്. നെല്ലിക്ക, താന്നിക്ക, കടുക്ക കോമ്പിനേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂടെ രോഗത്തിനനുസൃതമായിട്ട് പലവിധ ഔഷധങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ആ നെയ്യ് ഒഴിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് തണുപ്പ് മാറ്റിയെടുക്കണം. അതായത് നെയ്യ് സാധാരണ ഇതിൽ കുറച്ച് കട്ടയായിട്ടിരിക്കും. അത് കണ്ണിനകത്ത് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ കരികരിപ്പുണ്ടാവും. അപ്പോൾ അത് ചെറുതായിട്ട് അതിനെ തണുപ്പ് മാറ്റി ഇതുപോലെ ലിക്വിഡായിട്ട് എടുത്തിട്ട് കർണിക കൊണ്ട് വളരെ ഒരു നൂല് പോലെ കണ്ണിൻ്റെ അകത്തെ സന്ധിയിൽ ചെറുതായിട്ട് വീഴ്ത്തുന്നു. ഈ നെയ്യ് രോഗിയുടെ കൺപീലി മൂടുന്നത് വരെ നെയ്യ് ഒഴിക്കണം എന്നാണ് കണക്ക്. 2 കൺപീലിയും മൂടുന്നത് വരെ നെയ്യ് നിൽക്കണം. അത് കഴിഞ്ഞ ശേഷം നെയ്യ് മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം സാവധാനത്തിൽ രോഗിയോട് കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ പറയും. പല പ്രാവശ്യങ്ങൾ വളരെ സാവധാനത്തിൽ. അത് മെഡിസിൻ മുഴുവനും കണ്ണിലേക്ക് വരുന്നതിനും അബ്സോർബ് ചെയ്യുന്നതിനും വേണ്ടിയാണ്. സാവധാനത്തിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. ഇതാണ് തർപ്പണത്തിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ സാധാരണ രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചും രോഗിയുടെ ഒരു കണ്ടീഷൻ അനുസരിച്ചും സമയം വ്യത്യാസപ്പെട്ട് വരാം. 10 മിനിറ്റ് വരെ ചെയ്യാം, ചിലവർക്ക് 20 മിനിറ്റ് വരെ ചെയ്യുന്നുണ്ട്. അതും പിന്നെ ഉപയോഗിക്കുന്ന മെഡിസിൻസും രോഗാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ സാധാരണ തർപ്പണം എന്നുള്ള വാക്കിൻ്റെ മീനിങ് തന്നെ പോഷണം എന്നുള്ളതാണ്. തർപ്പണം കൊടുക്കുക, പോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന അസുഖങ്ങളിൽ കാഴ്ച വീണ്ടെടുക്കാൻ വേണ്ടി ഞരമ്പുകളെയും അതുപോലെയുള്ള ബാക്കി സ്ട്രക്ചേഴ്സിനൊക്കെ നറിഷ്മെൻറ്റ് കൊടുത്ത് കാഴ്ച പതുക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് തർപ്പണം ചെയ്യുന്നത്. മെയിനായിട്ടുള്ള കണ്ണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് തർപ്പണം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന് ഏറ്റവും മനോഹാരിത നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ വർണ്ണവൈവിധ്യങ്ങളാണെന്ന് പറയേണ്ടി വരും. നോക്കൂ, ചില സമയങ്ങളിൽ ഈ മരങ്ങളെല്ലാം പൂക്കും. ഈ പുഴ ഒഴുകുന്നതും മരങ്ങളുടെ പച്ചപ്പും ഇതിൻ്റെ ഈ വൈവിധ്യവും കാടിൻ്റെ ഈ വന്യതയെല്ലാം കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാനുള്ളൊരു കഴിവ് ഈശ്വരൻ തന്നതിൽ നമുക്കെന്നും നന്ദി പറയാം. ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി ഒന്ന് കുറഞ്ഞു പോയാൽ എന്തൊരു അവസ്ഥയായിരിക്കും അതൊന്ന് ആലോചിച്ച് നോക്കൂ, ചിന്തിക്കാൻ കൂടി കഴിയുക. ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കശ്യപഘൃതം എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കോമ്പിനേഷനാണ്, നമ്മുടേതായ ഒരു പേരാണ് അതിനിട്ടിരിക്കുന്നത്, കശ്യപഘൃതം. ത്രിഫലയാണ് മെയിൻ കണ്ടൻറ്റ്, കടുക്കയും താന്നിക്കയും നെല്ലിക്കയാണ് മെയിൻ കണ്ടൻറ്റ്. അതും പ്ലസ് കുറച്ചും പച്ചമരുന്നുകളും കൂടെ കൂട്ടിച്ചേർത്ത്. ഈ മെഡിസിനാണ് വളരെ പോപ്പുലറായിട്ട് നമ്മൾ ചികിത്സയിൽ അകത്തേക്ക് കഴിക്കാനും പുറമേ തർപ്പണം, അതുപോലെ ഡ്രോപ്സ്, ആശോധനം അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കും മെയിനായിട്ട് കശ്യപഘൃതം വളരെ വിപുലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ എഫക്റ്റീവായിട്ടൊരു മെഡിസിനായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്.